എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. സൺഡേ ഈവനിങ്ങിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സൺഡേ ആണെങ്കിലും നമ്മൾക്ക് അങ്ങനെ പുറത്ത് പോകാനോ അങ്ങനെ വീക്കെൻഡിൻ്റേതായ ഒരു വൈബൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. പാറുവിന് ഒരാഴ്ചയായിട്ട് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തും പോയില്ല. അങ്ങനെ 2 ആഴ്ചയായിട്ട് ഇപ്പം വീട്ടിൽ തന്നെയായിരുന്നു വീക്കെൻഡ്. അങ്ങനെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് ആളൊന്ന് ഉഷാറായി വരണേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പം പെട്ടെന്ന് കൊണ്ടുപോകാനും ഒക്കെ അവിടെയാണ് സൗകര്യം. ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് അവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ 3 ദിവസത്തേക്ക് നെബുലൈസേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നെബുലൈസേഷൻ ചെയ്യാനായിട്ട് പാറുവിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിനെന്തായാലും പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പോൾ ഈവനിങ് ആയി, വിളക്കൊക്കെ കൊളുത്തി നാമജലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് കേട്ടോ എപ്പോഴും വറുക്കാറ്. ഉപ്പിട്ടിട്ട് അതിലാണ് വറുക്കാറ്. ഉപ്പിട്ട് വറുക്കുമ്പോൾ വേഗം ആവാറുണ്ട്. പിന്നെ മണ്ണ് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നല്ല മണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് തന്നെയാണ് ഉപയോഗിക്കണേ. ഈ ഉപ്പിട്ട് വറുക്കുന്നത് ഞാൻ ആ ഉപ്പ് ഒരു പ്രാവശ്യം ആക്കിയിട്ട് കളയില്ല. പിന്നെ 1-2 പ്രാവശ്യം കൂടി ഉപയോഗിക്കും. എന്നിട്ട് അങ്ങ് കളയും കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചില്ല, ഞാൻ കളഞ്ഞിട്ട് വേറെ എടുക്കും. അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേറെ അങ്ങനെ കൈവിടാതെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം കപ്പലണ്ടി ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ അടിയിലുള്ളത് വേഗം കരിഞ്ഞു പോകും. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോഴേക്കും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തെന്നിച്ച് നോക്കുക. അപ്പോൾ കപ്പലണ്ടിയുടെ തൊണ്ട് പയ്യൊന്ന് ഇതായി വരും. പക്ഷേ കപ്പലണ്ടി അങ്ങനെ ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക, അത്ര ഹാർഡായിട്ടുണ്ടാവില്ല. അതൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് ആവുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കൈ ഒന്ന് നമ്മൾ കയ്യിലെടുത്തൊന്ന് തെറ്റിക്കില്ലേ, അപ്പോൾ കപ്പലണ്ടിയുടെ തൊണ്ട് അങ്ങ് പോരും. അതാണ് അതിൻ്റെ പാകം. അതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറും. ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഓടി കളിക്കുന്ന പോലെ തോന്നും. ആദ്യം ഇടുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ. മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ആ ഒരു പാകമൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ കപ്പലണ്ടി ഇങ്ങനെ വറുത്ത് വാങ്ങിക്കാറില്ല. പച്ച വാങ്ങിച്ചിട്ട് എപ്പോഴും വറുത്ത് വയ്ക്കുകയാണ് ചെയ്യണേ. പാറുവിനും നല്ല ഇഷ്ടമാണ് കപ്പലണ്ടി. അപ്പോൾ ആൾ ഷൈച്ചേട്ടനും കൂടെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുവാണ്. അപ്പം നമുക്ക് ഇനി പുറത്ത് പോകണം. അപ്പോൾ അവൾക്ക് ഈ ഓറഞ്ച് ജ്യൂസ് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ടല്ലോ. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുക. ഓറഞ്ച് ജ്യൂസ് ഞാൻ മധുരമൊന്നും ഇടാതെ കേട്ടോ കൊടുക്കണേ. മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ കൊടുക്കാറുണ്ട്. കാരണം ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ സി ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ വെച്ചേക്കും. തണുപ്പിച്ചൊന്നും കൊടുക്കാറില്ല. അതല്ലാതെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്താൽ അവൾക്ക് ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മധുരമൊന്നും ഇട്ട് ശീലിപ്പിച്ചില്ല കേട്ടോ. ആദ്യം കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് കൊടുത്തത്. പഞ്ചസാര ഇട്ട് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതായിരിക്കും ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ അതിനോടൊന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്ര മധുരമുള്ളതൊന്നും അതായത് ജ്യൂസിലൊന്നും ഇങ്ങനെ മധുരം ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടില്ല. പിന്നെ ഈ ഓറഞ്ച് തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ ആ ഒരു ഫൈബർ കണ്ടൻ്റൊക്കെ കൂടി അതിൽ മിക്സ് ആകുമ്പം മധുരമില്ലാതെ കുടിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പം പഞ്ചസാര ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജ്യൂസ് പിന്നെ മുസമ്പിയുമാണ് അവൾക്ക് മാറി മാറി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ ഇത് ഇല്ലാത്ത സമയത്ത് ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ലൈം ജ്യൂസ് ആൾക്ക് ഇഷ്ടമാണ്. പക്ഷേ മധുരം നല്ലതായിട്ടിട്ട് നമ്മൾ സാറിന് ലൈം ജ്യൂസ് ഉണ്ടാക്കണം അത്രയും മധുരമൊക്കെ ഇട്ടിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ പഞ്ചസാര മാക്സിമം ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ, അതായത് മുസമ്പിയും ഇതുപോലെ ഓറഞ്ചും പ്രിഫർ ചെയ്യണം കേട്ടോ. മറ്റുള്ള ജ്യൂസുകളൊന്നും പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടമല്ല. ഈ ഇപ്പോൾ ആപ്പിളാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കുടിക്കില്ല. ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. ഇച്ചിരി പുളിയും മധുരമൊക്കെ കൂടെ വരണതാണ് ഇഷ്ടം. അങ്ങനെ പാറുൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുഞ്ഞു പിള്ളേർ നമുക്ക് ഉണ്ടെങ്കിൽ ഇത് ശീലിപ്പിക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഇങ്ങനെ ഒന്ന് ശീലിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് റെഡിയായി. പാറുവിന് ഉടുപ്പൊക്കെ ഇടിയിച്ചു. ഇനി മുടിയൊക്കെ ഒന്ന് ഈരി കൊടുക്കണം. ഇപ്പം പാറുവിനെ കുളിപ്പിക്കാനും തലയൊന്നും കുളിപ്പിക്കാനും പറ്റണില്ല. അപ്പം ഞാൻ നന്നായിട്ട് തുണിയൊന്ന് നനച്ചിട്ട് തലയൊന്ന് തോർത്തി കൊടുക്കും ഇടയ്ക്ക്. അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പം പക്ഷേ ചൂടായി വരുന്നതുകൊണ്ട് കാര്യമായിട്ട് വിയർക്കുന്നൊന്നുമില്ല. എന്നാൽ പോലും ചെന്നൈയിൽ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാറുവിനെ സ്കൂളിൽ വിട്ടിട്ടില്ല. ബുധനാഴ്ച മുതൽ പിന്നെ പോയിട്ടില്ല ആൾ.
പിന്നെ പാറുവിൻ്റെ സ്പോർട്സ് ഡേ ഒക്കെ ആയിരുന്നു, അതിനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അവൾ റിലേയിലും ഒക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഒന്നിനും പോകാൻ പറ്റിയില്ല. എന്ത് പറ്റാനാ, അല്ല എന്ത് ചെയ്യാനാ, അവൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഞാൻ അവളുടെ അടുത്ത് കാര്യമായിട്ട് ഈ ഒരു പ്രായത്തിലായത് കാരണം അങ്ങനെ അവൾക്ക് വിഷമമൊന്നുമില്ല. കാരണം ഇന്നൊരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് അയ്യോ പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടമായേനെ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ പോവാണ്. അപ്പോൾ പാറുവിന് ഇങ്ങനെ സ്ലൈഡും ഒക്കെ കുത്തി, അല്ലെങ്കിൽ ഹെയർ ബാൻഡ് അവൾക്ക് അത്ര താല്പര്യമില്ല. കാരണം വെക്കുന്ന വേഗത്തിൽ തന്നെ അതെടുത്ത് കയ്യിൽ പിടിക്കും, പിന്നെ അത് വെറുതെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഹെയർ ബാൻഡ് അങ്ങനെ ഞാൻ വെച്ച് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതല്ലാതെയുള്ള മുടി ഞാൻ കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കെട്ടിയൊന്നും കൊടുക്കണില്ല. കാരണം ഒരുപാട് എന്താ പറയുക, മുടിയൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഈ പനിയുള്ള സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അത് കാരണം ഞാൻ ചുമ്മാ ഒന്ന് ക്ലിപ്പിട്ട് കൊടുക്കണുള്ളൂ. ഇതും അവളുടെ ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ പാറുവിന് ഈ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണേ. എനിക്ക് ചെന്നൈയിൽ കാര്യമായിട്ട് കട അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്കറിയാവുന്ന കടയിലൊന്നും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഗുഡ് വില്ല് കോൺവെൻറ്റ് ജംഗ്ഷനിൽ പോയിട്ട് വാങ്ങിക്കും. അത്രയും കളക്ഷനൊന്നും എനിക്കെങ്ങും കാണാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്ത് ഒന്ന് കറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. കാരണം പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ വീട്ടിൽ. അത് കഴിഞ്ഞ് നെബിലൈസേഷൻ കഴിഞ്ഞ് പാറുവിനെ ഞാൻ കാറിലിരുത്തിയിട്ട് ബില്ലടയ്ക്കാൻ പോയതാണ്. ബില്ലടച്ചിട്ട് ഞാൻ നേരെ പോന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരേ ഇല്ല കേട്ടോ. ഇത് 24 hours ഉള്ളൊരു ഹോസ്പിറ്റലാണ്, കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെന്നൈയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ, നല്ല ഡോക്ടറാണ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ, അതാണ് വേറൊരു ബുദ്ധിമുട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ ഡോക്ടർ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ തീർന്നു. പാറുക്കുട്ടി ഒന്ന് ഉഷാറായി വരണേ ഉള്ളൂ കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര പുറകോട്ടായി, ഇപ്പോൾ പനിയും കൂടെ ആയതുകൊണ്ട്. അത് കാരണം ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയിട്ടോ. എന്നാലും ആൾ പറഞ്ഞാൽ ഇപ്പം വാശിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയും ഈവനിങ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ നാമം ചെല്ലാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തിയിട്ട് നാമം ചെല്ലാറുണ്ട്. അത് ചെറുതിലേ തുടങ്ങിയിട്ടുള്ള ശീലമാണേ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മളെ വിളക്ക് കൊളുത്തി അവിടെ ഇരുത്തി നിർബന്ധമായിട്ട് നാമം ചെല്ലിക്കും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വന്നോളണം. അപ്പോൾ 5-5:30 കണ്ടില്ലെങ്കിൽ ആൾ വരും. 6 മണിയാകുമ്പോഴേക്കും നമ്മൾ മേലൊക്കെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് വന്ന് അമ്മയായിരിക്കും വിളക്ക് വയ്ക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഒരു നാമം ചൊല്ലലൊക്കെ പതിവാണ് കേട്ടോ. അതുകൊണ്ട് അതൊരു പുതിയ നമുക്കങ്ങനെ ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല എനിക്ക്. അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾക്ക് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പം ഞാനത് എല്ലാ ദിവസവും മുടങ്ങാതെ നാമം ചൊല്ലും കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഹീലിംഗ് ഒരു ഇഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് കനകധാരാ സ്തോത്രമാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ഹിന്ദു മതവിശ്വാസികൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നല്ലൊരു നമുക്ക് കനകധാരാ സ്തോത്രം ചൊല്ലാൻ ഒരുപാടില്ല, എന്നാലും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നാമമാണ്. അപ്പോൾ ഇത് പരിചയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ ചോദിച്ചാൽ 10 രൂപയോ 15 രൂപയൊക്കെ ഉള്ളൂ ആ ബുക്കിന്. അത് വാങ്ങിച്ചിട്ട് ഒന്ന് ചൊല്ലി തുടങ്ങാം കേട്ടോ. അത് നല്ലതാണ്. നമുക്ക് ചൊല്ലുന്നതും നല്ലതാണ്. ചൊല്ലുന്ന ആ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമൊക്കെ മന്ത്രമല്ല, ഈ നാമമൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ നമുക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ബുക്കാണ് ഞാൻ മിക്കവാറും ഈ ബുക്കിലുള്ള നാമങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ ചൊല്ലാറുള്ളത്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം എല്ലാം അതിലുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കുറേ നാമങ്ങളുണ്ട്. ഈ സഹസ്രനാമങ്ങൾ മിക്കതും അതിലുണ്ട് കേട്ടോ. ശിവസഹസ്രനാമം അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാനിതാണ് സ്ഥിരമായിട്ട് ചൊല്ലാറുള്ളത്. അപ്പം അങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിത്യം പത്മാലയാ ദേവി സാമാം പാതു സരസ്വതി അപർണാം നാമരൂപേണ ത്രിവർണാം പ്രണവാത്മികാം ലിപ്യാത്മനൈക പഞ്ചാശദ്വർണാം വന്ദേ സരസ്വതിം മുദ്രാ പുസ്തകഹസ്താഭ്യാം ഭദ്രാസന ഹൃദയസ്ഥിതേ പുരസ്സരേ സദാ ദേവി സരസ്വതി നമോസ്തുതേ വന്ദേ സരസ്വതിം ദേവി ഭുവനത്രയമാതരം യത്പ്രസാദാദുതേ നിത്യം ജിഹ്വാന പരിവർത്തതേ വരദാ भयरुद्राक्ष वरपुस्तकधारिणी सरसा सा सरोजस्ता सारा व्यापाल सरस्वती रक्तकौशेय रत्नाढ्या व्यक्तभाषण भूषणा भक्तहृत्पद्म संस्था सा शक्ता व्योवाल सरस्वती चतुर्भुगस्य छायाया चतुर्
चतुर्वेदस्वरूपिणी चतुर्भुजा च सावेगो चतुर्वर्गा सरस्वती सरस्वतीष्टकं सकृत्प्रातर्जपेत् नर अच्छैवमुच्यते सोऽयं प्राचैरिष्टच्च लभ्यते. കുഞ്ഞായിരുന്നപ്പോഴുണ്ടല്ലോ ഞാനിങ്ങനെ നാമം ചൊല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ പയ്യെ ഇരുന്ന് നാമം ചൊല്ലുമ്പോൾ എൻ്റെ അടുത്ത് അമ്മയൊക്കെ പറയും ഒച്ചത്തിൽ ചൊല്ലി ഇവിടെ ഇരുന്നാൽ കേൾക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചൊല്ലി ഒച്ചത്തിൽ ശീലിച്ചിട്ട് ഞാനിപ്പോഴും അത്യാവശ്യം ഒച്ചത്തിൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് സൗണ്ടിലല്ല, എന്നാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കേൾക്കാവുന്ന അത്രയും ശബ്ദത്തിലാണ് ഞാൻ ഇപ്പോഴും നാമം ചൊല്ലുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ. കാരണം അത് നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശീലം കയറി കൂടിയേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പലർക്കും പല ശീലങ്ങളും ഉണ്ടാകും. ചെറുതിലേ നമ്മളിങ്ങനെ അറിയാണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ശീലിച്ചു പോയി. നമ്മുടെ വീട്ടിലുള്ളൊരു ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ശീലിച്ചു പോകും. പിന്നെ നമുക്ക് അതൊരു ശീലം ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചുമ്മാ ഒന്ന് ആകാശം നോക്കിയപ്പോൾ നല്ല ഫുൾ മൂൺ പോലെയാട്ടോ അന്ന് കണ്ടേ. കാരണം 2 ദിവസം കഴിയുമ്പോൾ 12th ഫുൾ മൂണാണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് കറികളൊക്കെ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൈചേട്ടൻ വന്ന സമയമായപ്പോഴേക്കും എനിക്ക് കോൾ വന്നു. ഞാൻ ഈ ബിരിയാണി വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എന്താണാവോ ഇന്ന് തിങ്കളാഴ്ചയാണ് ബിരിയാണി വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കണേ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് നോൺ വെജോ അങ്ങനെയൊന്നും, മീനുണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു, അതല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ ആ റോട്ടിൽ കൂടെ പോയപ്പോൾ ഞാൻ ഈ ബിരിയാണി ഇവിടെ വന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് തോന്നുന്നു ആൾ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ബിരിയാണി വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ വേണ്ടാന്ന് പറയുമോ ഞാൻ പറഞ്ഞു വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ചെന്നൈയിൽ പല ബ്രാഞ്ചസ് ഉള്ളതാണ് കേട്ടോ. മണീസ് ദം ബിരിയാണി എന്നങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. നമ്മുടെ ഇവിടെ തലപ്പാക്കട്ടിയാണ് നമ്മളെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയാം ബിരിയാണിയിൽ. 2 പേർക്ക് നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു 600 രൂപയോളം ആവും. ഇത് പക്ഷേ അത്രയില്ല, ഒരു 450 ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബിരിയാണി 2 പേർക്കോ അത്യാവശ്യം 3 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചാലും ഇത് ബാലൻസ് ഉണ്ടാവും. അത്രയും ക്വാണ്ടിറ്റി ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ നല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞങ്ങൾ ഇത് സ്വിഗ്ഗിയിൽ നിന്ന് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ബ്രാഞ്ച് തൊട്ടടുത്ത് വന്നപ്പോഴല്ല, അതിന് മുന്നേ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയായിരുന്നു. ഇത് സാലനയാണ് കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയിലൊക്കെ കിട്ടും സാലന എന്ന് പറഞ്ഞിട്ട്. ചിലതിങ്ങനെ കത്രിക്കയുടെ ഒരു ഇങ്ങനെ ഒരു കറി പോലെ ആയിരിക്കും. ഇത് അതല്ല, ഇത് ശരിക്കും നോൺ വെജിൻ്റെ ഗ്രേവി തന്നെയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കൂട്ടി ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീനിലൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വരുത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാറു ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. എനിക്ക് ഡെയിലി റൂട്ടീൻ എനിക്കൊന്ന് ഒരു പ്ലാൻ ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് റൂട്ടീൻ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോസൊക്കെ എൻ്റെ റൂട്ടീൻ ഞാൻ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.